ഷാർജയിൽ മലയാളി യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേറുകയാണ്. ടി ജമാലുദ്ദീൻ ചേരുന്നുണ്ട് ദുബായിൽ നിന്നും. ഗുഡ് ഈവനിംഗ് കേരളത്തിനൊപ്പം. ജമാൽ, ഗുഡ് ഈവനിംഗ്. വിനിഷ, ഗുഡ് ഈവനിംഗ്. കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ജമാൽ? ഇനി പ്രധാനമായും ഉള്ളത് ഈ ഫോറൻസിക് നടപടികൾ അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റാണ് ഇപ്പോൾ അതുല്യയുടെ മൃതദേഹം ഉള്ളത്. നാളെയോ മറ്റന്നാളുമായി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുന്ന നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്, സതീഷിനെതിരെ ഇവിടെ കേസ് ഫയൽ ചെയ്യുന്ന കാര്യം ആലോചിച്ചു വരികയാണ്. അത് ഇവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സഹായത്തോടു കൂടി ഷാർജ പോലീസിൽ സതീഷിനെതിരെ കേസ് നൽകാനുള്ള നടപടികൾ അവരുടെ ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട്. പ്രധാനമായും ഡിജിറ്റൽ തെളിവുകൾ അടക്കം നൽകിയാണ് സതീഷിനെതിരെ പരാതി നൽകുക. അതുകൊണ്ട് തന്നെ ഈ കേസ് ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ബന്ധുക്കളൊക്കെ തന്നെയും കരുതുന്നത്. സതീഷ് തന്നെ ഈ അതുല്യയെ പലപ്പോഴായി മർദ്ദിച്ചതായി സമ്മതിക്കുന്നു. നേരത്തെ നമ്മൾ സതീഷിനുമായി സംസാരിച്ച സമയത്ത്, സതീഷിനെ കണ്ട സമയത്ത് സതീഷ് പലപ്പോഴും പരസ്പരവിധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. താൻ പക്ഷെ സ്ഥിരമായി അതുല്യയുമായി വഴക്കിട്ടിരുന്നു, അതുല്യയെ മർദ്ദിച്ചിരുന്നു എന്ന് സതീഷ് സമ്മതിക്കുകയുണ്ടായി. പക്ഷെ ഈ അതുല്യയുടെ മരണത്തിൽ, ആത്മഹത്യയിൽ തനിക്ക് പങ്കില്ല എന്നാണ് സതീഷ് ആവർത്തിച്ചത്. അതേസമയം തന്നെ പരസ്പര വിരുദ്ധമായ മൊഴികൾ കൂടി പറയുന്നുണ്ട്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ഇത് പുറത്തുനിന്നുള്ള ആരുടെയോ ബാഹ്യപ്രേരണയുണ്ട്, അല്ലെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഈ മരണത്തിന് മുമ്പ് അതുല്യ സതീഷിനെ ഫോണിൽ ബോട്ടിംഗ് കോളിൽ വിളിച്ച് തൂങ്ങി മരിക്കുന്നതായി പറഞ്ഞിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു. ആ സമയത്ത് മുറിയിലേക്ക് ഓടിയെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നില കണ്ടെത്തിയത് എന്നും സതീഷ് പറയുന്നുണ്ട്. എന്തായാലും മരണത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും അതുല്യയെ നിരന്തരമായി മർദ്ദിച്ചിരുന്നു എന്ന് സതീഷ് സമ്മതിക്കുന്നുണ്ട്. അതുല്യയുടെ അതിന്റെ ബന്ധുക്കൾക്ക് അയച്ച തെളിവുകളിലാകട്ടെ, അല്ലെങ്കിൽ ബന്ധുക്കളോടോ കൂട്ടുകാരികളോടോ പറഞ്ഞ വാക്കുകളിലൊക്കെ തന്നെയും സതീഷ് നിരന്തരമായി തന്നെ മർദ്ദിച്ചിരുന്നു എന്ന് അതുല്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിയമ നടപടികൾ നാളെയും മറ്റന്നാളുമായി പൂർത്തിയാകും. ഷാർജ പോലീസിൽ പരാതി നൽകുക, ഒപ്പം തന്നെ അതുല്യയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന 2 നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, ജമാലാണ് ദുബായിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.